തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവർ യദുവും തമ്മിലുള്ള യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. CCTV നോക്കിക്കോന്നാണ് രണ്ടാളും പറയണത്. അവിടെയാണ് ട്വിസ്റ്റ്. നോക്കാൻ ചെന്നപ്പോ CCTVയിലെ മെമ്മറി കാർഡ് കാണാനില്ല. മേയർ ആര്യ രാജേന്ദ്രൻ തടഞ്ഞു നിർത്തിയ KSRTC ബസ്സും ഡ്രൈവറുമാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. മേയർക്കെതിരെ ലൈംഗിക ചേഷ്ട കാണിച്ചതുകൊണ്ടാണ് അങ്ങനൊക്കെ പ്രതികരിച്ചതെന്നാണ് ആര്യ രാജേന്ദ്രൻ പറയുന്നത്. സ്ത്രീകൾക്കെതിരെയുള്ള ഒരു അതിക്രമവും അനുവദിച്ചു തരാൻ പറ്റില്ല. ആ കാര്യത്തിൽ നിരുപാധികം ആര്യക്കൊപ്പം തന്നെയാണ്. പക്ഷെ KSRTC ബസ് തടഞ്ഞു നിർത്തി കാറ് കുറുകെയിട്ട് യാത്രക്കാരെ ബുദ്ധിമുട്ടിച്ച് ഡ്രൈവറെ ചോദ്യം ചെയ്യണത് ശരിയാണോ? ബസ്സിന് കുറുകെയല്ല കാർ കിടക്കുന്നത്, അത് സിഗ്നലാണ്. സിഗ്നലിൽ ആ ബസ്സിന് മുന്നിലേക്ക് വാഹനം പാർക്ക് ചെയ്യുകയും ഞങ്ങൾ ഇറങ്ങിയതിനു ശേഷം വാഹനം മാറ്റിയിടുകയുമാണ് ചെയ്തത്. പോലീസ് വന്നതിന് ശേഷമാണ് ബസ് മാറ്റിയിട്ട് ഡ്രൈവറെ ഇറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കാറ് കുറുകെട്ടിട്ടില്ല എന്നാണ് നമ്മുടെ മേയർ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതില് ബസ് ഡ്രൈവർ എന്നെ കുറ്റക്കാരൻ. മാഡം പറഞ്ഞത് കേട്ടാൽ അറിയാം ബസ് ആയിരിക്കും മാഡത്തിന്റെ കാറിന് കുറുകെട്ടതെന്ന്. KSRTC ബസ് കാറിന് ഇടിക്കാൻ വരുന്ന രീതിയിൽ അപകടകരമായി ഓടിക്കുകയും ചെയ്തു എന്ന് ആര്യ രാജേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. അവര് കുറുകെയിട്ട് അവരല്ലേ കാറ് കൊണ്ടുവന്ന് കുറുകെയിട്ട്, അവരാണ് എൻ്റെ വണ്ടിയുടെ കുറുകെ കൊണ്ടുവിട്ടത്, അല്ലാതെ ഞാൻ കുറുകെ കൊണ്ടുവന്ന് വിട്ടെന്ന്. കാറ് കുറുകെയിട്ട് KSRTCയുടെ ട്രിപ്പ് മുടക്കിയെന്നാണ് അപ്പൊ എല്ലാവരുടെയും ചോദ്യം. യദുവും ആര്യ രാജേന്ദ്രനും പറഞ്ഞ പോലെ CCTVയുടെ വിഷ്വൽസ് വരട്ടെ, അപ്പൊ അറിയാലോ സത്യം. തൊഴിലാളികൾക്കൊപ്പം നിൽക്കുന്ന, സത്യം മുറുകെ പിടിക്കുന്ന വിപ്ലവകാരികളുടെ ഇടയിൽ നിന്നാണ് ആര്യ രാജേന്ദ്രൻ വരുന്നത്. ആ ആര്യ കള്ളം പറയുന്ന ആർക്കെങ്കിലും തോന്നണുണ്ടോ? ആ CCTV വിഷ്വൽ അങ്ങോട്ട് കാണിച്ചു കൊടുക്കും മേയറെ. നീ എന്താ ആലോചിക്കുന്നത്? ലോകത്തിൽ നിന്ന് വരെ ആരും കാണിച്ചിട്ടില്ലാത്ത ഒരു തറവേല ഞാനിപ്പോ ഇവിടെ കാണിക്കാൻ പോവാണ്. കൂടെ നിന്നോണം. നീ വേഗം കാണിക്കേ. ബസ്സിന് കുറുകെയല്ല കാർ കിടക്കുന്നത്, അത് സിഗ്നലാണ്. സിഗ്നലിൽ ആ ബസ്സിന് മുന്നിലേക്ക് വാഹനം പാർക്ക് ചെയ്യുകയും ഞങ്ങൾ ഇറങ്ങിയതിനു ശേഷം വാഹനം മാറ്റിയിടുകയുമാണ് ചെയ്തത്. പോലീസ് വന്നതിന് ശേഷമാണ് ബസ് മാറ്റിയിട്ട് ഡ്രൈവറെ ഇറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ബസ്സിന് കുറുകെയല്ല കാർ കിടക്കുന്നത്, അത് സിഗ്നലാണ്. സിഗ്നലിൽ ആ ബസ്സിന് മുന്നിലേക്ക് വാഹനം പാർക്ക് ചെയ്യുകയും ഞങ്ങൾ ഇറങ്ങിയതിനു ശേഷം വാഹനം മാറ്റിയിടുകയുമാണ് ചെയ്തത്. പോലീസ് വന്നതിന് ശേഷമാണ് ബസ് മാറ്റിയിട്ട് ഡ്രൈവറെ ഇറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മേയർ സത്യം പറയൂ, ഇത് CCTV വിഷ്വല് കള്ളം പറയണതാണ്. എന്തോ ഒരു ടെക്നിക്കൽ എറർ പറ്റിയതാണെന്ന് തോന്നുന്നു. ഇത് കാറ് KSRTC ബസിന്റെ കുറുകെ ഇട്ടിരിക്കുന്നു, അതും സീബ്ര ലൈനില്. ഇത് ഞങ്ങളുടെ മേയറല്ല, ഞങ്ങളുടെ മേയർ ഇങ്ങനെയല്ല. ഇത് ഞാനല്ല, കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് മൊത്തം ഗ്രാഫിക്സ്. ബസ് കുറുകെട്ടു എന്ന് പറഞ്ഞ് വിഷയം ലഘൂകരിക്കല്ലേ. KSRTC ബസ് ഡ്രൈവർ ലൈംഗിക ചേഷ്ട കാണിച്ചതുകൊണ്ടാണല്ലോ ഈ കണ്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അതിനുള്ള തെളിവാണ് നമുക്ക് വേണ്ടത്. വാഹനം തടഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആ വാഹനത്തെ ചേസ് ചെയ്യുകയും വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിന് മുന്നിലെത്തി ബലാത്കാരമായി അതിനെ തടഞ്ഞു വെക്കുമ്പോഴാണ് അത് തടഞ്ഞതാകുന്നത്. ഇതെപ്പോഴാണ് സംഭവിക്കുന്നത്? ആ സാബല്യം കോംപ്ലക്സിന് മുന്നിലുള്ള സിഗ്നലിന്റെ അവിടെ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം തന്നെ അത് വ്യക്തമാക്കുന്നുണ്ട്. അവിടെ റെഡ് സിഗ്നൽ ആയിരുന്നു. നിങ്ങൾക്ക് CCTV പരിശോധിക്കാമല്ലോ, അവിടെയൊക്കെ CCTV ഉണ്ട്. ഞാൻ പോലീസിനോടും പറഞ്ഞു, സ്മാർട്ട് സിറ്റിയോടും പറഞ്ഞു, മുഴുവൻ CCTVകളും അതിൽ പരിശോധിക്കപ്പെടേണ്ടതാണ്. അതിനകത്തൊന്നും ഒരു സംശയമില്ല. ഞങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ ഭാഗമായി കണ്ടുപിടിച്ചോളൂ. ബസ്സിനകത്തും CCTV ഉണ്ടല്ലോ, അത് പരിശോധിക്കട്ടെ. ബസ് കുറുകെ ഇട്ടു എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി ഞങ്ങളുടെ മേയറിനെ ഏറി കയറ്റിയതല്ലേ. ഒരു സ്ത്രീക്കെതിരെ മോശമായി ആ ഡ്രൈവർ പെരുമാറിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ശിക്ഷ അനുഭവിക്കണമല്ലോ. വരട്ടെ, ബസ്സിനകത്തെ CCTV വിഷ്വൽ വരട്ടെ. അങ്ങനെ അത് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഘം പോലീസുകാർ പുറപ്പെട്ടു. കാര്യമായിട്ട് പരിശോധന നടക്കുന്നുണ്ട്. ഇന്ന് ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. എന്തായി സാറേ, CCTV വിഷ്വൽ കിട്ടിയോ? ഡ്രൈവർ ലൈംഗിക ചേഷ്ട കാണിച്ചു എന്നുള്ള മേയറുടെ ആരോപണം കറക്റ്റ് ആണോ? CCTV ദൃശ്യങ്ങളിലുണ്ടോ അത്? അതെ, അത് മെമ്മറി കാർഡ് കാണുന്നില്ല. അതിനകത്ത് ഒരു 64 GB മെമ്മറി കാർഡ് ഉണ്ടാവേണ്ടതാണ് ഈ പർട്ടിക്കുലർ. അതെ, മെമ്മറി കാർഡ് കാണില്ലേ? അതെങ്ങനെ ശരിയാവും? ഇന്നലെ വരെ ഉണ്ടായിരുന്ന മെമ്മറി കാർഡ് ഇന്നെങ്ങനെ കാണാണ്ടായി? കാണാനില്ല എന്ന് തന്നെയാണോ പറഞ്ഞത്? അതോ മെമ്മറി കാർഡ് കേടായോ? എന്തൊക്കെയായിരുന്നു? CCTV പരിശോധിക്കുന്നു, കള്ളം പറയുന്നത് ആരാണെന്ന് തിരിച്ചറിയുന്നു, നടപടി ഉണ്ടാവുന്നു, എന്തൊക്കെ മോഹങ്ങളായിരുന്നു. എന്നിട്ട് ഒന്നിരുട്ട് വെളുത്തപ്പോഴത്തേക്കും CCTVയുടെ മെമ്മറി കാർഡ് അപ്രത്യക്ഷമായി. ഇതെന്തൊരു മറുമായാണെന്തോ. അത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. റെക്കോർഡിംഗ് ആയിരുന്നു. ഞാൻ ബാക്കൊക്കെ എടുക്കുമ്പോൾ റിവേഴ്സൊക്കെ എടുക്കുമ്പോൾ ഞാൻ ആ സ്ക്രീനിൽ നോക്കുമ്പോൾ കറക്റ്റായിട്ട് റെക്കോർഡിംഗ് ആയിരുന്നു. പിന്നെ ചാത്തൻ സേവ ഉണ്ടാകുന്ന അറിയത്തില്ല, വണ്ടിക്കകത്ത് ചാത്തൻ സേവ പെട്ടെന്ന്
എടുത്തു മാറ്റിയെന്ന് തോന്നുന്നുണ്ട്. അതിപ്പം ഭരണ പാർട്ടിയുടെ ആളല്ലേ അവര്, ഈ മാഡം എന്ന് പറയുന്ന ആള്. അതുകൊണ്ട് നമ്മളെ എടുത്തു മാറ്റാൻ വേണ്ടിട്ട് അവർ ശ്രമിച്ചോണ്ടിരിക്കുകയല്ലേ. ക്യാമറ ഉള്ള 4 ഫാസ്റ്റ് പാസഞ്ചർ ബസ്സാണ് തമ്പാനൂർ ഡിപ്പോയിലുള്ളത്. ഇതിൽ ബാക്കി 3 ബസ്സിലും മെമ്മറി കാർഡ് ഉണ്ട്. വിവാദം ഉണ്ടായ ഈ ബസ്സിൽ മാത്രം മെമ്മറി കാർഡ് കാണാണ്ടായി. ഹോ, അത്ഭുതം തന്നെ അല്ലേ? ആർക്കും സംശയമൊന്നുമില്ലല്ലോ അല്ലേ? അല്ലെങ്കിലും KSRTCയുടെ പേരിൽ എന്നും തല്ലും പിടിയും ബഹളവും തന്നെ. അതിനിടയ്ക്കാണ് ഇതുപോലൊന്ന്. എന്തായാലും മെമ്മറി കാർഡ് കാണാതായ വിഷയത്തിൽ വിശദമായ അന്വേഷണത്തിന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ ഉത്തരവിട്ടിട്ടുണ്ട്. എന്റെ ഈശോയെ, നീ ഒരു കുരിശല്ലേ ചുമന്നുള്ളൂ, ഈ വണ്ടി നിറയെ കുരിശുകളാ എനിക്ക് ചുമക്കാൻ. പോരനുണ്ടോ? എന്നെ ഒന്ന് സഹായിച്ചാൽ മതി. എന്താ വെച്ചാൽ അവരുടെ ഭാഗത്ത് ക്ലിയർ ആയിട്ടുള്ള എവിഡൻസും ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങളും ഇല്ല. അതുകൊണ്ടാണ് അവര് ഇതൊക്കെ കിടന്ന് ഉരുളുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ എടുത്ത് മാറ്റി ആ പയ്യന്റെ അകത്ത് നിന്ന പയ്യന്റെ വീഡിയോ ഉണ്ടായിരുന്നു, കറക്റ്റ് MLA അകത്ത് കയറുന്ന ആരോ വീഡിയോ ഉണ്ടായിരുന്നു. അതുവരെ ഡിലീറ്റ് ചെയ്തത് അവരെ ഭാഗത്ത് തെറ്റുള്ളതുകൊണ്ടല്ലേ, അത് ചിന്തിക്കാന്നുള്ളേ ഉള്ളൂ. ഇവിടെ വെച്ചാണ് സ്പോട്ട് കേട്ടോ, ഈ ഭാഗത്ത് വെച്ചാണ് ബസ്സിന് ഞാൻ സൈഡ് കൊടുത്തത്. ബസ്സിൽ 3 ക്യാമറ ഉണ്ടായിരുന്നിട്ടും അതൊരു ഉപകാരം ഇല്ലാണ്ട് പോയല്ലോ. സ്വർണ്ണക്കടത്ത് കേസ് വിവാദമായിരിക്കുന്ന സമയത്ത് സെക്രട്ടേറിയറ്റ് കെട്ടിടത്തിൽ തീപിടുത്തുണ്ടായി ഫയൽ കത്തിപ്പോയത് ഓർമ്മവരാണ്. അല്ല, അത് ഷോർട്ട് സർക്യൂട്ട് ആയിരുന്നു. ഇത് പക്ഷേ മെമ്മറി കാർഡ് കേടായതല്ലോ, അത് അപ്പാടെ കാണാണ്ടായതല്ലേ. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർക്കെതിരെ UDF-ഉം BJP-യും വളരെ ശക്തമായ ആക്രമണം എല്ലാ അതിരുകളിലും ലംഘിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മേയർ ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായി ചുമതലയേറ്റെടുത്ത് 1 വർഷക്കാലം കഴിഞ്ഞപ്പോൾ തന്നെ കോർപ്പറേഷന്റെ പ്രവർത്തനത്തിന് എല്ലാ നിലയിലും തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം BJP-യും കോൺഗ്രസും കൂടെ ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വിവാദം ഉണ്ടാവുമ്പോൾ സൈബർ അറ്റാക്കിങ്ങിന് ഇറങ്ങുന്നത് അങ്ങേയറ്റം മോശമായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് വിവാദത്തിൽ പെട്ടത് ഒരു സ്ത്രീയാണെങ്കിൽ ആ അറ്റാക്കിങ്ങിന് കുറച്ച് കാഠിന്യം കൂടും. നല്ല രാഷ്ട്രീയം പറഞ്ഞും തെറ്റോള് നല്ല രീതിയിൽ ചൂണ്ടിക്കാട്ടിയും വിമർശനം ഉന്നയിക്കാൻ ഇവരൊക്കെ ഇനി എന്നാണാവോ പഠിക്കാൻ പോണത്? അപ്പോൾ ഒരു ഭാഗത്ത് മെമ്മറി കാർഡ് കണ്ടെത്താനുള്ള അതിതീവ്രമായ പരിശോധന നടക്കാണ്. ഭാഗ്യം ഇപ്പോൾ മെമ്മറി കാർഡല്ലേ കാണാണ്ടായുള്ളൂ, ബസ് മൊത്തത്തോടെ കാണാതാവാഞ്ഞത് ഭാഗ്യം എന്നാണ് നാട്ടുകാർ പറയണത്. എന്നാൽ ശരി, ബാക്കി വിശേഷങ്ങളുമായി ഇനി നാളെ കാണാം. നന്ദി, നമസ്കാരം.